തിരുവനന്തപുരം പാളയം തട്ടുകട നിങ്ങൾ വന്ന് കണ്ടിട്ടുണ്ടോ? അവിടെ തട്ടുകടകൾക്ക് ഒരുപാടുണ്ട്. പക്ഷെ ആ തട്ടുകടയ്ക്ക് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ വൃത്തിയുണ്ടെന്ന് എനിക്ക് 100% പറയാൻ സാധിക്കും. അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് നടക്കുന്നത് ഒരു മുട്ടനടിയാണ്. ഈ അടിയെക്കുറിച്ച് എന്തായാലും മോഹൻലാൽ വരുമ്പോൾ പറയും. നമ്മുടെ ലാലേട്ടൻ ഇത് സംസാരിക്കും. കാരണം രേണുസുതി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ബിഗ് ബോസും ലാലേട്ടനും എടുത്തു പറഞ്ഞൊരു കാര്യം, അടുക്കള എന്ന് പറയുന്നത് പവിത്രമായ ഒരു സ്ഥലമാണ്. അപ്പം അവിടെ അടുക്കും ചിട്ടയും വേണം, അതുകൊണ്ടാണ് അടുക്കള എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞതായിട്ട് ഇടയ്ക്കിടയ്ക്ക് രേണു പറയാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാം. ഇന്നല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു കിച്ചൺ ടീം വന്ന ആ ദിവസങ്ങളായിട്ട് കിച്ചൺ ടീമിലെ ആൾക്കാരെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അനീഷ്, അക്ബർ, ജിസേൽ, ആര്യൻ ഇവരൊക്കെയാണ് കിച്ചൺ ടീം. കിച്ചൺ ടീം ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അനീഷാണ്. അതേപോലെ വെസൽ ടീം ഉണ്ട്. വെസൽ ടീം എന്ന് പറയുന്നത് പാത്രം കഴുകുന്ന ടീമാണ്. അവരാണ് കിച്ചണൊക്കെ വൃത്തിയാക്കിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ടീമിനകത്ത് അപ്പാനിയും അതുപോലെ നെവിനുമാണ് ഉള്ളത്. നെവിൻ എന്ന് പറയുന്നത് അവിടുത്തെ ക്യാപ്റ്റനും കൂടിയാണ്. പക്ഷേ ഇവിടെ അപ്പാനിയാണെങ്കിൽ 2 ദിവസത്തിന് മുന്നേ പറഞ്ഞിരുന്നു എല്ലാവരുടെയും പാത്രങ്ങളൊക്കെ താൻ കഴുകിക്കോളാം, കുഴപ്പമില്ല. പക്ഷെ നെവിൻ തുടക്കം തൊട്ടേ പറയുന്നുണ്ട് അവരവർ കഴിച്ച പാത്രങ്ങൾ അവരവർ തന്നെ കഴുകണം, ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരുടെയും പാത്രം കഴുകാനൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത് എന്ന് നെവിൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഈ ഫോട്ടോ സഹിതം ഞാൻ എടുത്തു വെച്ചത് നിങ്ങളും ഇത് കണ്ട് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഇന്ന് രാവിലെ ആദ്യം ഒരു അടി നടന്നു, ചപ്പാത്തിയുടെയും ആലു പൊറോട്ടയുടെയും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം. അത് നിങ്ങൾക്ക് തൊട്ട് മുമ്പത്തെ വീഡിയോ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. പക്ഷെ അതിനുശേഷം അപ്പാനി ശരത്ത് വന്ന് നോക്കുമ്പോൾ എല്ലാവരും വിളിച്ച് കാണിക്കുന്നുണ്ട്. ഇതെന്താണ് ഈ ഒരു ഗ്യാസിന്? നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെയാണോ ഫുഡൊക്കെ പാകം ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് മാറുമ്പോൾ ഇതുപോലെ വൃത്തികേടായി കിടക്കുമോ? അപ്പോൾ അപ്പാനി ശരത്ത് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടോ, പാളയം തട്ടുകടയെ പോലും കഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് ബഹളം വെക്കുകയാണ്. അപ്പാനി ടാർഗറ്റ് ചെയ്യുന്നത് അനീഷിനെയാണ്. പക്ഷെ ഈ പറയുന്ന സംഭവങ്ങൾ ചെയ്തിരിക്കുന്നത് ആര് എന്നൊരു വലിയ ചോദ്യമുണ്ട്. അങ്ങനെ അപ്പാനി അനീഷിന്റെ നേരെ കുറേ മെക്കിട്ട് കയറി. അവിടെ പറയുന്നത് വെച്ചാൽ ഈ തെരുവ് നാടകക്കാരെ അനീഷ് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പാനി ശരത്ത്, നിനക്ക് ഞാൻ കാണിച്ചു തരടാ, നീ പുറത്തോട്ട് ഇറങ്ങടാ, തെരുവ് നാടകക്കാർ നിന്നെ വെട്ടുമടാ, നിനക്ക് അറിയത്തില്ല, നാടകക്കാരെ നീ പുച്ഛിക്കുകയാണ്, ഒരുവിധം കേരളത്തിലുള്ള എല്ലാ നാടകക്കാരും നിന്നെ കൊല്ലുമടാ, കൊല്ലും എന്ന് കിടന്ന് അപ്പാനി പറയുമ്പോൾ രേണുസുതി ഇതിന്റെ ഇടയ്ക്കൂടെ ഞാനും തെരുവ് നാടകക്കാരിയാണ് എന്ന് പറഞ്ഞ് രേണുസുതി ഇടയ്ക്ക് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രശ്നം അവിടെ നടക്കുമ്പോൾ ബിൻസി ഷൈത്തി എടുത്ത് പുറത്തു വന്നിരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ട് സത്യത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ ബിൻസി ഈ പറഞ്ഞത് അത്രയും ലൈവില് ആ ഒരു കംപ്ലീറ്റ് കാര്യങ്ങളും ലൈവില് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബിൻസിയും ഈ പറയുന്ന കിച്ചൺ ടീമിനകത്തുണ്ട് കേട്ടോ. സോറി, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പേര് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ബിൻസിയും ഈ ടീമിനകത്തുണ്ട്. അതായത് ജിസേലാണ് അവിടുത്തെ ഒരു വലിയ ആള്, എല്ലാം പാചകം ചെയ്യുന്നത് ജിസേലാണ്. ബിൻസിക്ക് അത്ര പാചകം അറിയത്തില്ലെന്ന് അവള് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ജിസേൽ എന്താ ചെയ്യുന്നത്, ബിൻസി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതെടുക്ക്, വെള്ളം ചൂടാക്ക് എന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്കും ബിൻസിക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടും പേടിയും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തിനാണ് ഈ വെള്ളം ചൂടാക്കുന്നത്, എത്ര വെക്കണം എന്നൊന്നും ജിസേൽ പറയാറില്ല. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നത് അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് ജിസേൽ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ജിസേലിനെതിരെ ഓൾറെഡി മേക്കപ്പിന്റെ കാര്യത്തിൽ അനുമോളും ടീമും എല്ലാം കൂടെ എതിർത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ബിൻസിയും ഷൈത്തിയും എല്ലാം കൂടെ എഗെയിൻ ജിസേലിനെ അടുക്കളയിൽ കൊള്ളില്ല എന്ന് പറഞ്ഞ് എതിർക്കുകയാണ്. ജിസേലിനെ അവിടെ എല്ലാ ഗേൾസും എല്ലാ സ്ത്രീകളും ജിസേലിനെ അവിടെ നന്നായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുഡ് നേരത്തെ തൊട്ട് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായത്, ജിസേൽ മാത്രം ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു, ബാക്കി എല്ലാവർക്കും ഗോതമ്പ് ദോശ കൊടുത്തു. അവിടെ ആര്യൻ വന്ന് ജിസേലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അക്ബറും ആര്യനും ഈ പറയുന്ന ചപ്പാത്തിയുടെ പങ്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇപ്പൊ നടന്ന ഈ സംഭവത്തിൽ ജിസേലും അതുപോലെ ആര്യൻ ബീൻസ് ഒക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ ബീൻസിന്റെ തുമ്പും വാലും ഒക്കെ ഉണ്ടല്ലോ, ആ ബോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്ന് വീണ്ടും ബീൻസ് ആര്യനെ കുറിച്ച് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം അവർ കാഷ്വലി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അടുക്കളയുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കണ്ട സംഭവമാണ്. ഇനി നിങ്ങൾ പറ. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവരിപ്പോൾ 20 പേരില്ല 19 പേര്. ഈ 19 പേര് കഴിച്ച പാത്രം ഈ പറയുന്ന നെവിനും അപ്പാനിയും ഒക്കെ കഴുകാൻ തയ്യാറാണ്. പക്ഷെ ഈ 19 പാത്രം അല്ലല്ലോ അവിടെ ഉള്ളത്. അതിൽ കൂടുതൽ പാത്രങ്ങൾ ഇവരെല്ലാവരും നിരത്തിയിടുന്നു. ഇവരെല്ലാവരും മനഃപൂർവ്വം വെസൽ ടീമിനെതിരെ അല്ലെങ്കിൽ അവർക്ക് പണി കൊടുക്കുന്നു എന്നൊക്കെ ബിൻസി അവിടെ തെളിവ് സഹിതം പറയുന്നുണ്ട്. അപ്പാനി അതവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്.
രാവിലെ അപ്പാനിയും അനീഷും ഈ ഒരു കാര്യം പറഞ്ഞ് ഭയങ്കര വഴക്കാണ്. അപ്പാനി ശരിക്കും പറഞ്ഞാലേ ഒരു പാവമാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പാനി എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കേൾക്കുമ്പോഴേക്കും എടാ നിന്നെ ഞാനിന്ന് കൊല്ലിടാന്ന് പറഞ്ഞിട്ട് ഒരു അലറി വിളിക്കുന്ന ഒരു രീതി അപ്പാനിക്കുണ്ട്. പക്ഷെ അപ്പാനി ഈ പറഞ്ഞത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിട്ട് ഈ ചോദ്യം ചെയ്യുന്ന അപ്പാനി എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യും. അപ്പാനി ഒരു ഗുഡ് സോളൊക്കെയാണ്, നല്ലൊരു വ്യക്തിയാണ്. പക്ഷെ ചോദ്യം ചെയ്യുന്നത് ആ മാന്യമായ രീതിയിലൊന്ന് ബിഗ് ബോസ് ഷോ ആണല്ലോ, അപ്പൊ അതനുസരിച്ച് ഒന്ന് ലൈറ്റാക്കി ആ അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞാൽ, അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ പുറത്തുള്ള അപ്പാനിയുടെ താല്പര്യക്കാർ പോലും അനീഷിനോടായിരിക്കും അവർക്ക് കൂടുതൽ കൂറ് തോന്നുക. ഇവൻ എന്തിനാ എപ്പോഴും ഈ അനീഷിനെ ഇട്ട് ഉപദ്രവിക്കുന്നേ എന്നല്ലേ അപ്പാനിയെ കുറിച്ച് അവർക്ക് തോന്നത്തുള്ളൂ. ഈ പറഞ്ഞ കാര്യത്തിൽ അപ്പാനി കുറച്ച് ഒതുക്കം കൊണ്ടുവരികയാണെങ്കിൽ അപ്പാനിക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടും. കാരണം അപ്പാനി എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഗെയിമിനകത്തൊക്കെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് നിൽക്കാനുള്ള ഒരു വോയിസും ഒരു ഫേസും അപ്പാനിക്കുണ്ട്. പിന്നെ കളിക്കുന്നതിനകത്ത് കുറച്ച് പിന്നോട്ട് വന്നത് അനീഷിനെ ചതിച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും അടുക്കളയിൽ നടന്ന ഈ വൻ പ്രശ്നം ഇതൊരു പ്രശ്നം തന്നെയാണ്. അടുക്കളയിലാണ് ഇപ്പോൾ പ്രശ്നം നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അടുക്കളയിൽ ആയതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, പ്രശ്നങ്ങളൊന്നും ഇടപെടാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാണ് രഞ്ജിത്ത് പുറത്തു പോയത്. ഒനീലിനും അതിനൊരു പണി കിട്ടിയായിരുന്നു, സരികയ്ക്കും ആ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഒരു പ്രശ്നത്തിനകത്ത് ഇപ്പം ഈ ഒരു അപ്പാനിയും അതുപോലെ വെസൽ ടീമിനകത്ത് അപ്പാനി, നെവിൻ, അതുപോലെ തന്നെ കിച്ചൺ ടീമിനകത്ത് അനീഷ്, ആര്യൻ, ജിസേല്, നമ്മുടെ ബിന്നി, അക്ബർ ഇവരെല്ലാവരും തമ്മിലൊരു വലിയ പ്രശ്നം നടന്നിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ജിസേൽ ഇപ്പൊ അവിടെ ആഹാരം പാകം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബിന്നി എതിർക്കുന്നത്, ആ എതിർപ്പ് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് കൂടി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലൈവിൽ നടക്കുന്ന അടുത്ത വിശേഷവുമായിട്ട് നമുക്ക് വേഗം എത്താം. നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.